എന്നാലിൻ്റെ അളിയ ഈ വരുത്ത് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയല്ലപ്പാ. 3 കൊല്ലം കഴിഞ്ഞെല്ലാം നാട്ടിൽ വരുമ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ട് വരികയെന്നല്ലേ കരുതല്. ഇതിപ്പോ ഇത്താത്ത നിന്നെ കൊല്ലും. എന്താ മനസ്സേ? അളിയൻ വരുന്ന കാര്യം എന്നെ മാത്രമല്ലേ വിളിച്ച് പറഞ്ഞുള്ളൂ, ഇത്താത്തനോട് പറഞ്ഞിട്ടില്ലല്ലോ. അത് തന്നെ ഇന്ന് നല്ല കുഴപ്പമായിരിക്കും. നമ്മുടെ നാട്ടിലെ ഈ പച്ചപ്പും പുഴയും ശരിക്കും സ്വർഗം തന്നെയാണ്. 15 വർഷമായില്ലേ ഗൾഫിൽ പോയി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. ഇനി ഇവിടെ തന്നെ വല്ലതും നോക്കിക്കൂടെ? ഓരോ ലീവ് കഴിഞ്ഞ് തിരിച്ച് ഗൾഫിലേക്ക് പോകുമ്പോൾ ഇതെന്റെ അവസാനത്തെ ഗൾഫിലേക്കുള്ള പോക്കാണെന്ന് വിചാരിക്കും. ഈ പോക്കോടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും തീരുമെന്ന് വിചാരിക്കും. അടുത്ത വരവ് നാട്ടിൽ ചെറുതായി എന്തെങ്കിലും കച്ചവടമൊക്കെ തുടങ്ങി കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ ജീവിക്കാമെന്ന് കരുതും. പക്ഷേ പ്രവാസിയുടെ പ്രശ്നങ്ങൾ തീരില്ലോടോ. ഗൾഫിൽ തന്നെ തുടരും ഓരോരോ കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ആ വലിയ കിച്ചണിലെ പുകയും ചൂടും കൂടാതെ പുറത്തെ ചൂടും. പിന്നെ ഒരൊറ്റ ആശ്വാസം, ഈ കഷ്ടപ്പാടെല്ലാം കുടുംബത്തിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ. അനാഫെ, കല്യാണത്തിന് കഷ്ടി 1 മാസമേ ഉള്ളൂ കേട്ടോ. അതെനക്കറിയാലോ. ഈ കൂടെ തന്നെ ഉണ്ടാവും. അത് നീങ്ങ എന്നോട് പറയണം അളിയ. പിന്നെ ക്ലബിൻ്റെ ഒരു കുറി കിട്ടാനുണ്ട്. ഒരു 2 ലക്ഷം റുപ്യ ഉണ്ടാവും. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് കിട്ടല്. അത് ഞങ്ങൾക്ക് തരാം. എനക്കിപ്പോൾ അത് കിട്ടിയിട്ട് വലിയ അത്യാവശ്യമൊന്നുമില്ലപ്പ. ഭക്ഷണം കഴിക്കില്ലേ? എന്തൊക്കെ പറയാതെ പൊക്കം വെച്ച് പോയല്ലോ. ഇങ്ങോട്ട് വാ മനാഫേ, അനക്ക് തരാം. ഒക്കെ വരുന്ന വിവരം അനക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടേനോ? ഞാനെന്താക്കാനെന്താ, അളിയൻ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടാ വിളിച്ചത് തന്നെ. അല്ലെങ്കിൽ ചായക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവില്ല. അതും കടിനി ഉണ്ടാക്കാലോ, അളിയൻ വന്നിട്ടല്ലേ ഉള്ളൂ. പറയാതൊക്കെ പിന്നെ പറയാം. കല്യാണ വിളി വിളിക്കാനൊക്കെ സമയമായി. ഇനി കഷ്ടി 25 ദിവസമേ ഉള്ളൂ. ഡ്രസ്സ് എടുക്കണം, സ്വർണ്ണം എടുക്കണം. ഇക്ക നേരത്തെ വന്ന ഏതായാലും നന്നായി. കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും കല്യാണത്തിന് കൊടുത്ത കാശ് തിരിച്ചു കിട്ടിയാൽ തന്നെ കല്യാണം ഉഷാറാക്കാം. എല്ലാവരും അറിയിക്കണം. അടുത്തുള്ള വീട്ടിലൊക്കെ സുഹറ പോയി വിളിച്ചാൽ മതി. ദൂരസ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി വിളിച്ചോളാം. 2 ആൾ പോകാൻ നിന്ന കാര്യങ്ങളൊന്നും നടക്കൂല. സജോളെ, എൻ്റെ ചക്ക പിടിക്കാറുണ്ടോ? ഉണ്ടോന്നപ്പ കല്യാണത്തിന് മുന്നേ ഇവരെ വിളിച്ചോടി പോകുന്ന എന്റെ വേടി. ഇന്ന് തലശ്ശേരി ഇളാമാനെയും മുത്താപ്പൻ്റെയും ബന്ധുക്കളെ പോയി കാണാം. കണ്ണൂർ ഭാഗത്ത് നാളെ പോവാം. ദൂരമുള്ള സ്ഥലങ്ങളൊക്കെ തീർത്തു കഴിഞ്ഞാലേ അത്രയും പണി തീർന്നല്ലോ. സൂക്ഷിച്ചൊക്കെ പോണേക്കാം. ഞാൻ നിറങ്ങട്ടെ. മനാഫ് കാര്യങ്ങളൊക്കെ പറഞ്ഞേ. ബിരിയാണി ഉഷാറാക്കി തരല്ലോ. അത് ഞാൻ ഏറ്റു മജിക്കാം. തലശ്ശേരി പോവാ, കല്യാണം വിളിക്കാം. നാളെ കാണാം. ഇതോടെ കുടിക്കേക്കാ. മതി സുഹൃ, മതി. മക്കള് സ്കൂളിട്ട് വരാറായില്ലേ? അരിപ്പെത്തും. പറഞ്ഞുറപ്പിച്ച തീയതിയിൽ ഓളെ നിക്കാതെ നിർത്തി കൊടുക്കാൻ സാധിച്ചില്ലല്ലോ സുഹൃ നമുക്ക്. ചെറുക്കനും കുടുംബവും പറഞ്ഞത് കൊണ്ടല്ലേ ഡേറ്റ് മാറ്റിയത്. ഇക്കാൻ്റെ അസുഖമൊക്കെ മാറിയിട്ട് ഉഷാറാക്കി തന്നെ കഴിപ്പിച്ച് കൊടുക്കാൻ നമുക്ക്. ഇത്ര കാലം ഇവരെ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് മതിയായി സുഹൃ.
അങ്ങനെ ഞാൻ പറയില്ലേക്കാ. തഥാ എന്തെന്നാന്ന് ഇത്ര വലിയ ചർച്ച? അളിയനെന്താ മൂത്തൊരു വിഷമം പോലെ? ഒന്നുമില്ലടാ, ഈ കട്ടിൽ ജീവിതം തീർന്നു പോകുമെന്ന് എനിക്കൊരു പേടി. എന്താണ് അളിയ, അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ. ഇത്താത്ത, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്ന, അളിയനെ പോലെ ആക്സിഡൻറ്റ് പറ്റി തളർന്നു പോയവരെ, അതുപോലെ തന്നെ ഈ മരത്തിൽ നിന്ന് വീണ് തളർന്ന് കിടപ്പിലായവരെയൊക്കെ നിരന്തരമായ പരിശീലനത്തിലൂടെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമുണ്ട് നമ്മളെ കണ്ണൂർ തളിപ്പറമ്പ് തന്നെ, CH സെൻറ്റർ. ഈ ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ സൗജന്യ ഡയാലിസിസ്, ഇങ്ങനെയുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അളിയ, എനിക്ക് ഉറപ്പുണ്ട് അളിയൻ അവിടെ കൊണ്ടു ചെന്നാൽ ഇത്താത്ത അളിയൻ എണീറ്റ് നടക്കും. ഇജ്ജ് അതിനുള്ള ഏർപ്പാടുണ്ടാക്കും. നാളെ തന്നെ കൊണ്ടോ. എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്യാം കേട്ടാ. സമാധാനമില്ല അളിയ. മനുഷ്യ ഉടലിനെയും മനസ്സിനെയും കാർന്നു തിന്നുന്ന ഭീകര സത്വമായി അപകടങ്ങളും രോഗങ്ങൾ കൊണ്ടുള്ള പരീക്ഷണങ്ങളും പലരുടെയും സന്തോഷങ്ങൾക്കും സ്വപ്നങ്ങൾക്കും മീതെ ഇരുളിൻ്റെ കരിമ്പടവുമായി നിൽക്കാറുണ്ട്. പലപ്പോഴും മനുഷ്യൻ അതിനു മുന്നിൽ പകച്ചു നിൽക്കാനേ സാധിക്കാറുള്ളൂ. ഒരിക്കലും ശിരസ് കുനിക്കാത്തവർ പോലും രോഗത്തിനു മുന്നിൽ നിസ്സഹായരാകുന്ന അവസ്ഥ. ചികിത്സാ ചിലവ് താങ്ങാനാകാതെ സമ്പാദ്യവും വീടും വിറ്റ് വാടക വീടുകളിലേക്ക് മാറേണ്ട സ്ഥിതിവിശേഷം. അത്തരത്തിൽ ശാരീരികമായും സാമ്പത്തികമായും തകർന്ന് പാതിജീവൻ കവർന്നെടുക്കപ്പെട്ട ആ മനുഷ്യരെ ചേർത്ത് നിർത്തി പുതുജീവൻ പകരുന്ന മഹത്തായ പ്രസ്ഥാനമാണ് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന CH സെന്റർ. ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ കൂട്ടായ്മയായി വളർന്ന CH സെന്റർ അതിബൃഹത്തായ പദ്ധതികളാണ് ഇതിനോടകം പ്രാവർത്തികമാക്കിയത്. 2010 തളിപ്പറമ്പിലെ ഒരു വാടക കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യങ്ങളോടെ ആരംഭിച്ച ഈ ആതുരാലയം കേരളത്തിലെ ശ്രദ്ധേയമായ CH സെന്ററായി വളരുകയായിരുന്നു. ജനുവരി 2 പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ് ഈ CH സെന്ററിന് തറക്കല്ലിട്ടത്. 2015 ജൂൺ 1 സെന്ററിന്റെ ഉദ്ഘാടനം. മർഹൂം KV മുഹമ്മദ് കുഞ്ഞിമാസ്റ്ററാണ് സെന്ററിന്റെ സ്ഥാപക പ്രസിഡന്റ്. 96 സെന്റ് സ്ഥലത്ത് 30,000 ചതുരശ്ര അടിയിൽ പണിതുയർത്തിയ വിശാലമായ കെട്ടിടത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയാണ് CH സെന്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് S. മുഹമ്മദ് പ്രസിഡന്റും അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ജനറൽ സെക്രട്ടറിയുമായ കരുത്തുറ്റ കമ്മിറ്റിയാണ് CH സെന്ററിനെ നിലവിൽ മുന്നോട്ട് നയിക്കുന്നത്. 42ഓളം ജീവനക്കാരുടെ കഠിന പ്രയത്നം കൊണ്ടാണ് ഈ സ്ഥാപനം ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഈ സ്ഥാപനം ആരംഭിച്ചത് 2010-ലാണ്. തളിപ്പറമ്പിലുള്ള വാടക ബിൽഡിങ്ങിലാണ് ഞങ്ങളിതിൻ്റെ ആരംഭം കുറിച്ചത്. അതിനുശേഷം ഏമ്പേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് 96 സെൻറ്റ് സ്ഥലം വാങ്ങി 30,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ബിൽഡിങ്ങിലേക്ക് ഞങ്ങളുടെ പ്രവർത്തനം പിന്നീട് മാറ്റി. ചാർജ് തീരുമ്പോൾ നിശ്ചലമാകുന്ന ഒരു മൊബൈൽ ഫോണിന്റെ അവസ്ഥ പോലെയാണ് ഒരു വൃക്കരോഗിയുടേത്. ഒരു ഡയാലിസിസ് കഴിഞ്ഞ് 72 മണിക്കൂറിനുള്ളിൽ വീണ്ടും ഡയാലിസിസ് നടത്തുവാൻ സാധിച്ചില്ലെങ്കിൽ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു പോകുന്ന അവസ്ഥാസ്ഥിതിവിശേഷമാണ് ഉണ്ടാവുക. അത്തരത്തിലുള്ള വൃക്കരോഗികളുടെ ജീവശ്വാസം നിലനിർത്തുന്ന മഹത്തായൊരു പ്രസ്ഥാനം കൂടിയാണ് CH സെന്റർ. 27 ഡയാലിസിസ് മെഷീനുകളോടുകൂടി പ്രതിദിനം 54 വൃക്കരോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായി ഡയാലിസിസ് ചെയ്തു വരുന്ന അത്യാധുനിക ഡയാലിസിസ് യൂണിറ്റ് CH സെന്ററിലുണ്ട്. ഞാനിപ്പോൾ 4 വർഷമായി ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹത്തായിട്ടുള്ളൊരു നമ്മളൊക്കെ നിരാശ്രയായിട്ടുള്ളവർക്കുള്ള ഒരു വളരെ നമ്മളെ കുടുംബം തന്നെ പ്രാരാബ്ധത്തിലായി പോകില്ലെങ്കിൽ സ്ഥാപനത്തിന് വേണ്ടി ചാരിറ്റബിളായിട്ട് സഹായം നൽകുന്ന എത്രയോ ആളുകളുടെ സഹായം ഇവിടെ ലഭിക്കുന്നുണ്ട്. ആ സഹായം ചെയ്യുന്ന ആളുകൾക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. സ്വപ്നസാഫല്യമായി ജനിക്കുന്ന കുഞ്ഞിന് ശാരീരികവും മാനസികവുമായ എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടെന്ന് തിരിച്ചറിയുന്ന നിമിഷം കുടുംബങ്ങളിലുണ്ടാവുന്ന വേദന അത്രമേൽ വലുതായിരിക്കുമല്ലോ. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ചികിത്സ, വിദ്യാഭ്യാസം, കല, തൊഴിൽ, നൈപുണ്യ, പുനരധിവാസ മേഖലയിൽ ഗവൺമെന്റ് അംഗീകാരത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ തെറാപ്പി സംവിധാനങ്ങളോടെയുള്ള CH മുഹമ്മദ് കോയ മെമ്മോറിയൽ മൾട്ടി സ്പെഷ്യാലിറ്റി റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഗവൺമെന്റ് അംഗീകാരമുള്ള ഏക റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. ഇപ്പോൾ അവൻ 4 തരം തെറാപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒക്കുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, പിന്നെ സ്പീച്ച് തെറാപ്പി, IEP എന്ന് പറയുന്ന തെറാപ്പി. ഇപ്പം 1 വർഷവും ഒരാഴ്ചയുമായിട്ടുണ്ട് ഞങ്ങളിവിടെ വന്ന് ഇവരെ സമീപിച്ചിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റും ഏറ്റവും നല്ല ടെൻഡർ ലവിങ് കെയറും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ഡയറക്ടറായ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിൽ ഗവൺമെന്റ് അംഗീകാരത്തോടെ CHMRI സ്പെഷ്യൽ സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ ബ്രദറാണ് ഇവിടെ പഠിക്കുന്നത്, ഫയാസ്. ആൾക്കൊരു ഇന്നലെ 22 ഇയേഴ്സ് ഓൾഡാണ്. നമ്മൾ ഒരു ആളെ 8 ഇയേഴ്സ് മുതൽ ഇത്രയും ഇയേഴ്സ് ആയിട്ട് നമ്മൾ പല സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇതുവരെ ആയിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വിചാരിച്ചാൽ ആൾക്കാരായിട്ട് ഇടപഴകാൻ വേണ്ടി തുടങ്ങി. ആൾക്കാരിലേക്ക് പോകാൻ, ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ ജോയിൻ ചെയ്യാനും ഇൻക്ലൂഡ് ആവാനൊക്കെ തുടങ്ങി. പിന്നെന്ന് പറയാൻ വേണ്ടിയിട്ട് ആൾ ഒരുപാട് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ലബോറട്ടറി, CH സെന്റർ മെഡിക്കൽസ്, മിതമായ നിരക്കിൽ സേവനം നടത്തുന്ന 5 ആംബുലൻസുകൾ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റ്, മയ്യത്ത് പരിപാലന കേന്ദ്രം, വളണ്ടിയറിംഗ്, രക്തദാന സേന, പരിയാരം മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണ വിതരണ പദ്ധതി, സൗജന്യ മരുന്ന് വിതരണം, മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം തുടങ്ങിയ പദ്ധതികളും CH സെന്ററിന് കീഴിൽ നടന്നുവരുന്നു. 15ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനം സമൂഹത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു സംവിധാനത്തിനു കൂടി തുടക്കം കുറിക്കുകയാണ്. അപകടങ്ങളിലൂടെയും മറ്റും നാഡീഞരമ്പുകൾക്ക് സംഭവിക്കുന്ന ക്ഷതം, മസ്തിഷ്കാഘാതം, സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങളാൽ കിടപ്പ് രോഗികളായി കഴിയേണ്ടി വരുന്ന നിരവധി പേരാണ് നമുക്കിടയിലുള്ളത്. ആവശ്യമായിട്ടുള്ള പരിചരണവും ചികിത്സയും ലഭ്യമാകാതെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ന്യൂറോ റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ വിപുലമായ സൗകര്യങ്ങളോടെ ഒരു സെന്റർ തുടങ്ങാൻ CH സെന്റർ തീരുമാനിച്ചിരിക്കുകയാണ്. CH സെന്ററിന്റെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ സ്ഥാപനം നാടിന് സമർപ്പിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. സമൂഹത്തിലെ ഉദാരമതികളായിട്ടുള്ള ആളുകളുടെ നിസ്സീമമായിട്ടുള്ള പിന്തുണയും സഹായവും കൊണ്ടാണ് എല്ലാ CH സെന്ററുകളും പ്രവർത്തിച്ച് വരുന്നത്. പ്രവാസ ലോകത്ത് എല്ലാ വിദേശ രാജ്യങ്ങളിലും CH സെന്ററുകൾക്ക് സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ചാപ്റ്ററുകളുണ്ട്. പരിയാരം CH സെന്ററിനും എല്ലാ വിദേശ രാജ്യങ്ങളിലും ആ വിധത്തിലുള്ള ചാപ്റ്ററുകൾ പ്രവർത്തിച്ച് വരുന്നുണ്ട്. അവിടെ നിന്നൊക്കെ പരിശുദ്ധ റമദാനിലും അല്ലാതെയൊക്കെ ലഭ്യമാകുന്ന വലിയ സഹായ സഹകരണങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ തളിപ്പറമ്പ് CH സെന്റർ അള്ളാഹുവിൻ്റെ അപാരമായിട്ടുള്ള അനുഗ്രഹത്താൽ 15ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നൂതനമായിട്ടുള്ള ചില പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒട്ടേറെ നിത്യരോഗികളായ സാധാരണക്കാരുടെയും മാരകരോഗങ്ങളുടെയും അപകടങ്ങളുടെയുമെല്ലാം ഫലമായി പാതിവഴിയിൽ ജീവൻ പൊലിഞ്ഞു പോകുന്ന സഹോദരീ സഹോദരന്മാരുടെയും ആശ്രിതരുടെയും ഭിന്നശേഷിക്കാരായ 100 കണക്കിന് കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും അത്താണിയായ CH സെന്ററിനെ കാത്തു സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ സതുദ്ദേശവും പ്രവർത്തന രീതികളും മനസ്സിലാക്കി
ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികൾ നൽകുന്ന സംഭാവനകളാണ് CH സെന്ററിനെ നിലനിർത്തുന്നത്. രോഗാവസ്ഥകളുടെ കാണാക്കയങ്ങളിൽ ആണ്ടുപോയ ഇവർക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള വിലയേറിയ സംഭാവനകൾ നൽകി തുടർന്നും ആത്മാർത്ഥമായി കൂടെ നിൽക്കുക. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇവർക്ക് പ്രതീക്ഷയുടെ വെളിച്ചമേകാം.